ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ കോമേഴ്സ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഫിലോസഫീസ് വിച്ച് ദ ബിസിനസ്സസ് യൂസ് വിത്ത് ദ എയിം ഓഫ് ഗൈഡിങ് ദെയർ മാർക്കറ്റിംഗ് എഫേർട്സ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻസ് തങ്ങളുടെ മാർക്കറ്റിംഗ് എഫേർട്ടിനെ ഏത് ദിശയിലേക്ക് നയിക്കണം എന്നതൊന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി യൂസ് ചെയ്യുന്ന കുറച്ച് ഫിലോസഫികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ് എന്ന് പറയുന്നത്. സോ സിംപ്ലി വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ്? ദീസ് ആർ ദോസ് ഫിലോസഫീസ് വിച്ച് ബിസിനസ്സസ് യൂസ് വിത്ത് ദ എയിം ഓഫ് ഗൈഡിങ് ദെയർ മാർക്കറ്റിംഗ് എഫേർട്സ്. ബിസിനസ്സുകൾ തങ്ങളുടെ മാർക്കറ്റിംഗ് എഫേർട്ട് അതിനെ ഗൈഡ് ചെയ്യാൻ, അത് ഏത് ദിശയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് ഗൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ആ ഒരു ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന കുറച്ച് ഫിലോസഫികളെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ്. പറഞ്ഞ പോലെ ഇത് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ എവിടെയൊക്കെ എംഫസിസ് കൊടുക്കണം, ഊന്നൽ കൊടുക്കണം, നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടണമെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിൽ വേണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ, നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്സ് കൂടുതൽ എവിടെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ, നമ്മൾ പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്യണോ, അതായത് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളിലും അതിൻ്റെ ഫീച്ചേഴ്സിലും ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ സെല്ലിംഗ് ടെക്നിക്സ് ശ്രദ്ധിക്കണോ, അതോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കണോ, അതോ നമ്മൾ സോഷ്യൽ കൺസേൺസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കും. അത് സഹായിക്കുന്ന ഫിലോസഫീസിനാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ്. ഓക്കെ, അതായത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഫിലോസഫീസ് വിച്ച് ദ ബിസിനസ്സസ് യൂസ് വിത്ത് ദ എയിം ഓഫ് ഗൈഡിങ് ദെയർ മാർക്കറ്റിംഗ് എഫേർട്സ്. തങ്ങളുടെ മാർക്കറ്റിംഗ് എഫേർട്സ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്ന ഫിലോസഫീസിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ്. നമ്മളെ എന്തിനെ സഹായിക്കുന്നു വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സിൽ എത്ര എംഫസിസ്, എത്ര ഊന്നൽ കൊടുക്കണം എന്ന് അറിയാനായിട്ട് സഹായിക്കും. എവിടെ ഫോക്കസ് ചെയ്യണം, ഏത് ആസ്പെക്റ്റിൽ ഫോക്കസ് ചെയ്യണം എന്ന് അറിയാനായിട്ട് സഹായിക്കും. ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ കുറേ കാലങ്ങളായിട്ട് ഇവോൾവ് ആയിട്ടുണ്ട്. മെയിനായിട്ടും 5 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ് ഉണ്ട്. 5 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസാണ് മെയിനായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കിതിനെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയാം. സോ ദർ ആർ മെയിൻലി 5 ടൈപ്സ്. നമുക്ക് പേര് വെച്ച് തന്നെ അതിൽ കീവേഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ആ പേരുകൾ മാത്രം നോക്കാം. ഒന്ന് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, അടുത്തത് പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, അടുത്തത് സെല്ലിംഗ് കോൺസെപ്റ്റ്, അടുത്തത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, അടുത്തത് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ്, സെല്ലിങ്, മാർക്കറ്റിംഗ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ്. അപ്പം മെയിനായിട്ട് 5 ടൈപ്പാണുള്ളത് ഫിലോസഫീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ദ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ തന്നെ ആ വേർഡ് നമുക്ക് കീവേഡ് മനസ്സിലാവും, അവിടെ ഫോക്കസ് കൂടുതൽ എന്തിലാണെന്ന്. പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, അതിലാണ് ഫോക്കസ്. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ദിസ് ഈസ് പ്രോബബ്ലി ദ ഓൾഡസ്റ്റ് കോൺസെപ്റ്റ്. നമ്മുടെ പറഞ്ഞ 5 ഏറ്റവും പഴയത്, ഓൾഡസ്റ്റ് എന്ന് പറയാവുന്നത് ഇതിനെയാണ്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റിനെയാണ്. ആ പേര് പറയുന്ന പോലെ പ്രൊഡക്ഷനിലാണ് ഊന്നൽ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഫോളോ ചെയ്യപ്പെട്ടിരുന്ന കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, കസ്റ്റമേഴ്സ് പ്രൈമറിലി വാണ്ട് പ്രൊഡക്ട്സ് ദാറ്റ് ആർ വൈഡ്ലി അവൈലബിൾ ആൻഡ് അഫോർഡബിൾ. ധാരാളമായി ലഭിക്കുന്നത്, വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ളതും കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, താങ്ങാൻ പറ്റുന്ന വിലയുള്ളതുമായ പ്രൊഡക്ട്സാണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു വിശ്വാസം. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കീ എന്ന് പറയുന്നത് കസ്റ്റമറിന് വേണ്ടത് അവൈലബിലിറ്റിയും അഫോർഡബിലിറ്റിയും ആണ് എന്നുള്ളതാണ്. അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഈസ് വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ്. വൈഡ്ലി, ഒരുപാടായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതായിട്ടുള്ള പ്രൊഡക്ട്സാണ് കസ്റ്റമറിന് വേണ്ടത്. മാത്രമല്ല അത് അഫോർഡബിളും ആയിരിക്കണം. അങ്ങനത്തെ പ്രൊഡക്ട്സാണ് കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു വിശ്വാസം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ആളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതിലായിരുന്നു. ദ ഫോക്കസ് ഓഫ് ദ മാർക്കറ്റ് വാസ് ഓൺ മാസ് പ്രൊഡക്ഷൻ, മാസ്സായിട്ട് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് കുറയുകയും ചെയ്യും ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ. അപ്പം പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് കീവേഡ് അവിടെ തന്നെയുണ്ട്. ഫോക്കസ് ചെയ്തില്ല, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. മാർക്കറ്റർ ഫോക്കസ് ചെയ്യുന്നത് എന്തിനകത്താണ്? മാസ്സായിട്ടുള്ള പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഈ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്ന 2 പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഇസ് യൂസ്ഫുൾ ഇൻ 2 സിറ്റുവേഷൻസ്. മെയിനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സിറ്റുവേഷൻ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വെൻ ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് എക്സീഡ്സ് ഇറ്റ് സപ്ലൈ. അതായത് ഒരു പ്രോഡക്റ്റിന് ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്, പക്ഷേ അത്രയും പ്രോഡക്റ്റ് അവൈലബിൾ അല്ല, അത്രയും സപ്ലൈ ഇല്ല. ഡിമാൻഡ് എക്സീഡ്സ് ഇറ്റ് സപ്ലൈ. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഒരുപാടുണ്ട്, പക്ഷേ അത് മീറ്റ് ചെയ്യാനുള്ള അത്രയും പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല, സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അവിടെ ബിസിനസ് ഓർഗനൈസേഷൻ ശ്രമിക്കേണ്ടത് എന്തിനാ?
പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ, മാസ് പ്രൊഡക്ഷനിലാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം സിറ്റുവേഷൻ എന്താ, ഡിമാൻഡ് എക്സീഡ് ചെയ്യുന്നു സപ്ലൈനെ കാട്ടിയും. ആവശ്യം അധികമായിട്ടുണ്ട്, പക്ഷെ അത്രയും ആവശ്യം മീറ്റ് ചെയ്യാൻ, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സപ്ലൈ ഇല്ല. ആ സിറ്റുവേഷനിൽ നമുക്ക് ഏത് കോൺസെപ്റ്റ് യൂസ്ഫുൾ ആവും, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് യൂസ്ഫുൾ ആവും. അടുത്തത് വെൻ ദ പ്രോഡക്റ്റ് കോസ്റ്റ് ഇസ് ടു ഹൈ. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ചിലവെന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയിലൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും 2 മെയിൻ സിറ്റുവേഷൻ ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇറ്റ്സ് എ സിറ്റുവേഷൻ വേർ ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് എക്സീഡ്സ് ഇറ്റ് സപ്ലൈ. ഡിമാൻഡ് കൂടുതലാണ്, എന്നാൽ അത്രയ്ക്ക് സപ്ലൈ ഇല്ല. ആ സിറ്റുവേഷനിൽ പ്രൊഡക്ഷൻ കൂട്ടല്ലേ വേണ്ടേ. അപ്പോൾ ആ സിറ്റുവേഷനിലും 2 വെൻ ദ പ്രോഡക്റ്റ് കോസ്റ്റ് ഇസ് ടു ഹൈ, പ്രൊഡക്റ്റ് കോസ്റ്റ് വളരെ കൂടി നിൽക്കുന്നു, ആ സിറ്റുവേഷനിലും.